Hi guys, this is Amala Maria, ACCA Mentor at Triple I. സോ ഈ ഒരു വീഡിയോയിൽ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന പേപ്പറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മുടെ ACCAയിലെ പ്രൊഫഷണൽ ലെവൽ പേപ്പേഴ്സിലെ ഓപ്ഷണൽ പേപ്പേഴ്സിലൊരു പേപ്പറാണ്. ഓപ്ഷനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സിലൊരു പേപ്പറാണ് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സോ ഈ ഒരു പേപ്പറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ആൻഡ് കണ്ടന്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഉണ്ടാവും. ആൻഡ് എന്തൊക്കെയാണ് ഈ ഒരു AFMന്റെ സിലബസ് അല്ലെങ്കിൽ ലേണിംഗ് ഔട്ട്കം എന്നുള്ളതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് എക്സാം ഓവർവ്യൂ ആൻഡ് എക്സാം പാറ്റേൺ മാർക്കിംഗ് സ്കീംസ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ഫൈനൽ പ്രിപ്പറേഷനിൽ കുറച്ച് ടിപ്സും എന്തൊക്കെ കാര്യങ്ങളും മസ്റ്റായിട്ട് റിമെമ്പർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഏരിയയിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷനിൽ AFMൽ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. അതിൽ നമുക്ക് FMന്റെ ടോപ്പിക്സ് ആയിട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, ബിസിനസ് ഫിനാൻസ്, ബിസിനസ് വാല്യുവേഷൻ, റിസ്ക് മാനേജ്മെൻറ്റ് ഇതൊക്കെ FMൽ, അതായത് സ്കിൽ ലെവൽ പേപ്പറായുള്ള FMൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ചു വരുന്ന ടോപ്പിക്സ് ആണ്. ആൻഡ് AFMലേക്ക് എത്തുമ്പോഴേക്കും അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എത്തുമ്പോഴേക്കും നമുക്ക് അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, അക്വിസിഷൻ ആൻഡ് മെർജേഴ്സ്, റീകൺസ്ട്രക്ഷൻ ആൻഡ് റീഓർഗനൈസേഷൻ, ട്രഷറി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, അഡ്വാൻസ്ഡ് റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. സോ FMലെ ടോപ്പിക്സ് അതുപോലെ തന്നെ അതിനേക്കാളും അഡ്വാൻസ്ഡ് വേർഷനായിട്ട് നമുക്ക് AFMൽ പഠിക്കാനുണ്ട്. സോ ഇത്രയാണ് നമുക്ക് AFMന്റെ കേസിൽ പഠിക്കാനുള്ളത്. FMന്റെ കേസിൽ നമ്മളൊരു ഫിനാൻഷ്യൽ മാനേജറിൻ്റെ റോളിൽ ഇരുന്ന് നോക്കുകയാണെങ്കിൽ AFMന്റെ കേസിലേക്ക് വരുമ്പോഴും ഒരു സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ കേസിലിരുന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗങ്ങളൊക്കെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ വൃത്തിക്ക് പഠിക്കുക. ആൻഡ് ഇതിൻ്റെ സിലബസ് ഏരിയ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ. FMൽ നമ്മൾ വെറും ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ പഠിക്കുന്നുണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് വാല്യൂഷൻ കിട്ടുന്ന രീതിയിലുള്ള അഡ്വാൻസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ നമുക്ക് AFMൽ പഠിക്കാനുണ്ട്. ബിസിനസ് വാല്യുവേഷൻ നമുക്ക് FMൽ ഉണ്ട്. അതിനേക്കാളും അഡ്വാൻസ്ഡ് വേർഷനായിട്ട് AFMൽ പഠിക്കാനുണ്ട്. അക്വിസിഷൻ ആൻഡ് മെർജേഴ്സ് എങ്ങനെ വാല്യൂ ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷൻ, റീഓർഗനൈസേഷൻ എന്ന കേസ് നമുക്ക് പഠിക്കാനുണ്ട്. ട്രഷറി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്, എന്തൊക്കെ തരം റിസ്ക് ഉണ്ട് ആൻഡ് ട്രഷറി മാനേജ്മെൻറ്റ്, ഇതൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാനുള്ള വേസ് എന്തൊക്കെയാണ്, ഹെഡ്ജിങ് ടെക്നിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് AFMൽ പഠിക്കാനുണ്ട്. ദെൻ മൾട്ടിനാഷണൽ ഫിനാൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും അവസാനം പ്രൊഫഷണൽ എത്തിക്സും സ്ട്രാറ്റജിക് അഡ്വൈസും നമുക്ക് പഠിക്കാനുണ്ട്. ഇത്രയാണ് സിലബസ് ഏരിയ. അതായത് നമ്മുടെ ടെസ്റ്റ് വൈസ് ആണെങ്കിലും സിലബസ് വൈസ് ആണെങ്കിലും ഇത്രയും ഏരിയയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ആൻഡ് പ്രൊഫഷണൽ സ്കിൽസും കൂടെ നമ്മുടെ AFMന്റെ എക്സാമിന് ടെസ്റ്റ് ചെയ്യും. AFM ഒരു പ്രൊഫഷണൽ എക്സാമാണ്, അതായത് പ്രൊഫഷണൽ കാറ്റഗറിയിൽ വരുന്ന എക്സാമാണ്. ആൻഡ് ഇവിടെ നമ്മളുടെ ടോപ്പിക്സ് അല്ലെങ്കിൽ സിലബസ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അനാലിസിസ് സ്കില്ലും ഇവാലുവേഷൻ സ്കില്ലും ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ കൊമേഴ്സ്യൽ അക്യൂമെൻ ഉണ്ടോ, ആൻസറിന് കൊമേഴ്സ്യൽ അക്യൂമെൻ ഉണ്ടോ, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആണോ, ആൻഡ് സ്കെപ്റ്റിസിസത്തോട് കൂടി തന്നെയാണോ ആൻസർ അറ്റൻഡ് ചെയ്തേക്കുന്നുള്ളത് ഈ ഒരു എക്സാമിൽ അവർ പ്രത്യേകം നോട്ട് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് ഏരിയ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പം കവർ ചെയ്യേണ്ട ഏരിയ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ എക്സാം ഓവർവ്യൂ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എക്സാം വരുന്നത് AFMന് 3 മണിക്കൂറും 15 മിനിറ്റുമാണ് എക്സാം ടൈം വരുന്നത്. ആൻഡ് 2 സെക്ഷൻസ് ആയിട്ടാണ് AFMന്റെ എക്സാമിന് തിരിച്ചേക്കുന്നത്. സെക്ഷൻ Aയും ഉണ്ട്, സെക്ഷൻ Bയും ഉണ്ട്. ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി, എല്ലാ ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. ആൻഡ് സെക്ഷൻ Aയിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആണുള്ളത്. ഒരു കമ്പൽസറി സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യന് 50 മാർക്ക് ഉണ്ടാവും. ആ 50 മാർക്കിൽ തന്നെ 40 മാർക്ക് ടെക്നിക്കൽ, അതായത് ആ ക്വസ്റ്റ്യന് പറഞ്ഞ ആൻസർ എഴുതുന്നതിനും 10 മാർക്ക് പ്രൊഫഷണൽ സ്കിൽ മാർക്കും ആയിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ ടെസ്റ്റുകൾ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അനാലിസിസ്, ഇവാലുവേഷൻ, കൊമേഴ്സ്യൽ അക്യൂമെൻ, സ്കെപ്റ്റിസിസം, ഇതൊക്കെ വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ആ 10 മാർക്ക് കിട്ടുക. 40 മാർക്കായിരിക്കും ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ റിക്വയർമെൻറ്റ് ചെയ്യുന്നതിനുള്ള മാർക്ക്. ദെൻ സെക്ഷൻ Bയിലേക്ക് വരുമ്പം 2 കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഒരെണ്ണത്തിന് 25 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 25 മാർക്ക്, അങ്ങനെ 2 ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ 50 മാർക്കിനായിരിക്കും സെക്ഷൻ Bയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതിൽ ഒരു ക്വസ്റ്റ്യന് 20 മാർക്കായിരിക്കും. ആൻഡ് മറ്റേ 5 മാർക്ക് ഈ പറയുന്ന പോലെ തന്നെ പ്രൊഫഷണൽ മാർക്കായിരിക്കും. ഈ പറയുന്ന ടെസ്റ്റുകൾ വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊഫഷണൽ സ്കിൽസ് നല്ലോണം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ 5 മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. സോ 20, 20, 40 ആൻഡ് ബാക്കി 10 മാർക്ക്, 5ഉം 5ഉം വെച്ച് 2 ക്വസ്റ്റ്യനിൽ നിന്ന് പ്രൊഫഷണൽ സ്കിൽസ് മാർക്കായിട്ടാണ് കിട്ടുക. സോ ദർ ആർ ടോട്ടൽ 20 പ്രൊഫഷണൽ സ്കിൽസ് മാർക്ക് അവൈലബിൾ. അവർ നോക്കുന്നത് എന്തൊക്കെയാണ്, അനാലിസിസ്, ഇവാലുവേഷൻ, കൊമേഴ്സ്യൽ അക്യൂമെൻ ഉണ്ടോ ആൻസറിന്, കമ്മ്യൂണിക്കേഷൻ നല്ല വൃത്തിക്ക് തന്നെയാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുന്നത്, നല്ല രീതിയിൽ സ്കെപ്റ്റിസിസം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഈ പ്രൊഫഷണൽ മാർക്ക് നമുക്ക് തരിക. സോ ടോട്ടൽ പറയുകയാണെങ്കിൽ 40ഉം
20, 60, 80 മാർക്കിനാണ് നമ്മൾ നമ്മുടെ ആൻസർ അറ്റൻഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള 20 മാർക്ക് എന്ന് പറയുന്നത് പ്രൊഫഷണൽ സ്കിൽസ് മാർക്കായിരിക്കും. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന രീതി, നമ്മൾ അനാലിസിസ് ചെയ്ത രീതി, ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ആ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടാവുക. സോ ഇത്രയാണ് എക്സാമിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. AFM എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നോക്കുന്നത്. അപ്പം മെയിൻലി നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ കണ്ടൻസ് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്റ്റഡി ഹബ്ബാണ്. അതൊരു ഒഫീഷ്യൽ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഡിസൈൻ ടു സപ്പോർട്ട് സ്റ്റുഡൻസ് പ്രിപ്പയറിംഗ് AFM. ഇതിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ ഫുൾ സിലബസ്, AFMൻ്റെ വരുന്ന ഫുൾ സിലബസ് കവർ ആക്കിക്കൊണ്ടുള്ള സ്പെഷ്യൽ കണ്ടന്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സിലബസ് ഫുള്ള് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ സിലബസ് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ അത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് തിരിച്ചിട്ടായിരിക്കും ഈ സിലബസ് ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക. സോ ആ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്വിസസ് ഉണ്ടാവും, ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാവും. സോ നമുക്ക് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു തോന്നുവാണെങ്കിൽ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമുക്ക് എടുത്ത് അറ്റൻഡ് ചെയ്ത് നോക്കാം. സോ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം വൃത്തിക്കാണ് നമ്മൾ പഠിച്ചത്, ഇനി എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സും ക്വിസസും അവൈലബിൾ ആയിരിക്കും. പിന്നെ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് റിട്ടേൺ ബൈ എക്സാമിനേഴ്സ് ആൻഡ് എക്സ്പോർട്ട്. അതായത് എക്സാമിനേഴ്സൊക്കെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ബ്രോഡർ ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റിനെ പറ്റിയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ടെക്നിക്കൽ ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബൈറ്റ് സൈസ്ഡ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ സ്റ്റഡീസ് ഒന്നുകൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ എക്സാമിനേഴ്സ് റിപ്പോർട്ട്, അതായത് കഴിഞ്ഞ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ, ആ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എക്സാമിനേഴ്സ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കും. സ്റ്റുഡൻസ് എത്ര നല്ല രീതിയിലാണ് അത് അറ്റൻഡ് ചെയ്തത്, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ തെറ്റുകളൊക്കെ എവിടെയാണ്, കോമൺ മിസ്റ്റേക്സ് എവിടെയാണ്, എവിടേക്കാണ് കുറച്ചുകൂടെ സ്ട്രെങ്ത് കാണിക്കേണ്ടത്, എങ്ങനെയാണ് ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ അതിന് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ എക്സാമിനേഴ്സ് റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് എക്സാമിനേഴ്സ് റിപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ നോക്കി വായിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു എക്സാമിനറിൻ്റെ വ്യൂവിൽ ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം, നമ്മുടെ മെയിൻ എക്സാമിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു മോക്ക് എക്സാം പോലെ നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കേണ്ടി വരും. കാരണം നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട്. സോ നമ്മളെല്ലാം പഠിച്ച് സിലബസൊക്കെ കവറാക്കി പ്രാക്ടീസും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ ഇരുന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ആക്കാം. സോ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതായത് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ആ എക്സാം നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും ഒരു മെയിൻ എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. അതിൽ എത്രത്തോളം നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, എവിടെയാണ് നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ എവിടെയാണ് വീക്കസ്റ്റ് പോയിന്റ് നോക്കുക, വീക്കസ്റ്റ് പോയിന്റ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം അങ്ങനെ ആക്കാം. പിന്നെ ടോപ്പിക് എക്സ്പ്ലെയിനേഴ്സ് വീഡിയോസ് ഉണ്ടാവും. ഇപ്പോൾ ACCയുടെ സ്റ്റഡി ഹബിൽ കാണാവുന്നതാണ്. ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ചെറിയ ചെറിയ വീഡിയോസ് എന്തുണ്ടാവും, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസും അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ ഇത്രയും മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റഡി ഹബ്ബ്, ടെക്നിക്കൽ ആർട്ടിക്കിൾസ്, എക്സാമിനേഴ്സ് റിപ്പോർട്ട്, പ്രാക്ടീസ് പ്ലാറ്റ്ഫോം, ടോപ്പിക് എക്സ്പ്ലെയിനർ വീഡിയോസ്, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്, നമ്മുടെ ഹെൽത്ത് നമ്മൾ നല്ലോണം നോക്കുക, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നല്ല രീതിയിൽ കീപ്പപ്പ് ചെയ്യുക. സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ വരുന്നുണ്ടെങ്കിലും നമ്മുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ACC കംപ്ലീറ്റ് ആക്കുക. ആൻഡ് നമ്മളെപ്പോഴും റിഫ്രഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മുടെ ഹെൽത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രെസ്സൊക്കെ എടുത്ത്, നമ്മുടെ ഹെൽത്തിന് മേലെ സ്ട്രെസ് എടുത്ത് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടൊരു പേപ്പർ കംപ്ലീറ്റ് ആക്കുന്നതിലും നമ്മളെ ഹെൽത്തി ആക്കി വെച്ച്, കാമാക്കി വെച്ച്, റിഫ്രഷിംഗ് ആയിട്ട് വെച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് സിലബസൊക്കെ കവർ ചെയ്ത് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓവർ ആൻസൈറ്റി, ഓവർ ടെൻസ്ഡ് ഒക്കെ നമ്മളെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മളെ അത് തളർത്താനാണ് ശ്രമിക്കുക. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ആൻസൈറ്റി, ടെൻസ് ഒന്നും ആവാണ്ട് നല്ല രീതിയിൽ കാമായിട്ട് വൃത്തിക്ക് പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ഉറക്കം, ഫുഡ്, അതുപോലെ തന്നെ എല്ലാം ഒരു നല്ല ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുക, നല്ലോണം സമ്മറി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ AFMൻ്റെ ഒരു വലിയ ഭാഗം കടന്നു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ AFMൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പകുതി ഭാഗം തന്നെ കഴിഞ്ഞു നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ഇനി വരുന്ന AFM സെക്ഷൻ ഇറങ്ങുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് ഓൾറെഡി സെറ്റായിട്ട് പഠിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.